ഓ മൈ ഗോഡ് വാട്ട് വുഡ് ഐ സേയിൽ ഞങ്ങൾ ബൈ ബൈ ബൈപാസ് ഗേൾസ്. ഹായ് എടുത്തോ. You're not playing cards. One thing that makes you anxious. Okay. Interviews. Show time. It's now. Show time. Yeah, actually ഇപ്പോൾ Getting ready for show. How does the theme of this play reflect society? ഇത് നമ്മളിവിടെ ഗേൾസ് തന്നെ ആയതുകൊണ്ടും ഇതിനകത്ത് 4 കുട്ടികളിൽ 2 കുട്ടികൾ പെൺകുട്ടികളാണ്. ആൻഡ് അത് കൂടാണ്ട് ഇതിനകത്ത് ചില കഥാപാത്രങ്ങളുണ്ട്. ഇപ്പം ഞാൻ ചെയ്യുന്ന അമ്മച്ചി എന്ന് പറഞ്ഞ കഥാപാത്രം, ശാന്തി ചെയ്യുന്ന ശോഭ എന്ന് പറയുന്നതും, അതുപോലെ തെയ്യാമ എന്ന് പറയുന്ന കഥാപാത്രം, ദേവിക ചെയ്യുന്ന കഥാപാത്രം കൈനോട്ടക്കാരിയാണ്. നമ്മുടെ എല്ലാവരുടെയും ഒരു ട്രാവലുണ്ട്. നമ്മൾ കടന്നുപോയ കുറേ മൊമെൻറ്റ്സ് ഉണ്ട് ഇതിനകത്ത്. അവർ ഇപ്പോൾ നിങ്ങൾ ഈ പ്ലേ തുടങ്ങുന്ന സമയത്ത് അവരെ നിങ്ങൾ കാണുമ്പം പ്ലേ അവസാനിക്കുമ്പം ഇവർ ഇതിലൂടെയൊക്കെ ട്രാവൽ ചെയ്തിരുന്നു അല്ലേ, എന്തിലൂടെയൊക്കെയാണ് ഇവർ കടന്നു പോയത്, അല്ലെങ്കിൽ ഇവരെ എന്തുമാത്രമാണ് ഫൈറ്റ് ചെയ്തത്, ഇവർ ഓരോരുത്തരുടെയും ഒരു ഫേസ് എന്താണ്, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി, അതായത് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന. ഞാൻ ചെയ്യുന്ന അമ്മച്ചിയുടെ കഥാപാത്രം ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്, അത്തരത്തിലുള്ള അമ്മച്ചിമാരെ. ഞാനിപ്പോൾ വിചാരിക്കും എൻ്റെ മമ്മി ആക്ച്വലി എൻ്റെ വീട്ടിൽ എൻ്റെ ചേച്ചിയുടെ പിള്ളേരായിട്ട് അതേ അടിയാണ് നടക്കുന്നത്. ആൻഡ് അതിന് വേറെ പല തലങ്ങളുണ്ട് താനും. അത്തരത്തിലുള്ള സ്ത്രീകൾക്ക് ഒത്തിരി കണക്ട് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സും ഇതിനകത്തുണ്ട്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. മൊത്തമായിട്ടൊരു വലിയ സൊസൈറ്റിയെ നമ്മൾ കാണിക്കുന്നതിനുപരി ഒരു കുട്ടികൾക്ക് ചുറ്റുമുള്ള ലോകം അവരെങ്ങനെയാണ് ഇത് കൺസീവ് ചെയ്യുന്നത് എന്നാണ് കുറച്ചുകൂടി വ്യക്തമാവുക നമ്മുടെ നാടകം കാണുമ്പോൾ. A moment that made you feel proud for yourself. For me, it was my first stage performance. ആദ്യമായിട്ട് നാടകം ചെയ്ത് ലൈക്ക് ഷോ ആണ് എനിക്ക് ഏറ്റവും, ഐ തിങ്ക് ഐ ഫെൽറ്റ് ലൈക്ക് സം മാജിക്. ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു, നമുക്ക് കുറേ മൊമെൻറ്റ്സ് ഉണ്ട്. പക്ഷേ ആദ്യമായിട്ട് എന്നെ സ്ക്രീനിൽ കാണുന്ന ദിവസം എൻ്റെ ഫസ്റ്റ് സിനിമ കപ്പേളയായിരുന്നു. അപ്പോൾ എൻ്റെ പപ്പയും മമ്മിയും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആൻഡ് പപ്പയും മമ്മിയും ഭയങ്കര ഹാപ്പിയായി. ഞാനിങ്ങനെയല്ലടാ. പപ്പ ഇപ്പം എൻ്റെ കൂടെ ഇല്ല, പക്ഷേ അതിനു ഞാൻ ആദ്യമായിട്ട് പ്രൗഡ് ഫീൽ ചെയ്ത മൊമെൻറ്റ് പറയാം. എൻ്റെ ബ്രദർ ഉണ്ടായപ്പോഴായിരുന്നു. ഐ വാസ് വൺ ഓഫ് ദ ഫസ്റ്റ് പീപ്പിൾ ടു ഹോൾഡ് മൈ ബ്രദർ. ഞാൻ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്ത് ഞാൻ ദൈവത്തിന് കത്തൊക്കെ എഴുതായിരുന്നു, എനിക്കൊരു സിബ്ലിംഗ് വേണം എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനത്തെ ഒരു കത്ത് എൻ്റെ അമ്മ കണ്ടു കഴിഞ്ഞാൽ പിന്നെയാണ് ശരി എന്നാൽ ലെറ്റ്സ് ഹാവ് അനദർ ചൈൽഡ് എന്ന് അവർ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാനും എൻ്റെ അനിയനും അടി ഉണ്ടാക്കുമ്പോൾ ഞാൻ പറയും യു ഓ യുവർ എക്സിസ്റ്റൻസ് ടു മീ എന്നൊക്കെ. ബട്ട് ഐ റിമെമ്പർ the nurse handing the baby to me and I felt really proud then as a big sister. എൻ്റെ ഒരു പ്രൗഡ് മൊമെൻ്റ്, എനിക്കൊരു മോളുണ്ട്, 6 വയസ്സ്, 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എനിക്ക് നിർബന്ധമുള്ളൊരു കാര്യം എന്താ വെച്ചാൽ അവൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം പോലും അവൾ മുമ്പോട്ട് ചെയ്യാൻ പറ്റാണ്ട്, അല്ലെങ്കിൽ അവൾക്കത് ചെയ്യാൻ പറ്റുമെന്ന് കൺഫ്യൂഷനായിട്ട് അവൾക്കത് വേണ്ടാന്ന് വെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവരുത് എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. അവൾ ചെറിയ കുട്ടി ആയിരിക്കുമ്പോൾ തന്നെ അവളുടെ ഇഷ്ടങ്ങൾ എന്നെ അറിയിക്കും, അവളുടെ അച്ഛനെ അറിയിക്കും. അതിൻ്റെ കൂടെ തന്നെ അവളത് സ്വന്തം പഠിക്കാൻ ശ്രമിക്കും. എന്നിട്ട് അത് എക്സിക്യൂട്ട് ചെയ്തിട്ട് ഞങ്ങളെ കൊണ്ടുവന്ന് കാണിക്കും. അത് ഞാൻ തിരിച്ചറിഞ്ഞ സമയം ദാറ്റ് വാസ് ദ ബിഗ്ഗസ്റ്റ് പ്രൗഡ് മൊമെന്റ് ഇൻ മൈ ലൈഫ്. കുറച്ച് കൊല്ലം മുന്നെയാണ് ഞാൻ നോ പറയാൻ പഠിച്ചത്. അപ്പോൾ ഐ തിങ്ക് ഐ ആം ക്വൈറ്റ് പ്രൗഡ് ഓഫ് ദാറ്റ്. അപ്പോൾ വാട്ട് എവർ ആസ്പെക്ട്, സിനിമ എന്നുള്ളത് മാത്രമല്ല, പക്ഷേ നല്ല രീതിയിൽ നോ പറയാൻ, കൺസ്ട്രക്റ്റീവ്ലി ക്രിറ്റിസിസം കൊടുക്കാൻ, അങ്ങനെയൊക്കെ ഈ ഇടയ്ക്കാണ് പഠിച്ചത്. സോ ഐ എം ക്വൈറ്റ് പ്രൗഡ്. ഞാൻ പറഞ്ഞില്ല, ചെറുപ്പത്തിൽ ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടായിരുന്നു. ഇപ്പം ആരും വിശ്വസിക്കില്ല അത്, പക്ഷേ ഭയങ്കര ചമ്മലായിരുന്നു. ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, എൻ്റെ കൂടെ പഠിക്കുന്നവർ എന്നെ പുറത്ത് വെച്ച് കണ്ട ഹായ് പറഞ്ഞാൽ ഞാൻ പറയത്തില്ല, ഞാൻ ഒളിച്ചിരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെയായിരുന്നു. പക്ഷേ എനിക്കൊന്ന് കഴിഞ്ഞൊരു 3-4 വർഷത്തിലാണ് ഞാൻ കുറച്ചുകൂടെ കംഫർട്ടബിളായി. ഇൻ്റർവ്യൂ കൊടുക്കാനൊക്കെ എനിക്ക് ഭയങ്കര ചമ്മലായിരുന്നു. അപ്പോൾ അത് ഓവർ എ പീരിയഡ് ഓഫ് ടൈം ഞാൻ ഡെവലപ്പ് ചെയ്തെടുത്തൊരു സ്കില്ല്. ആൻഡ് ഐ ഫീൽ വെരി പ്രൗഡ് ഓഫ് മൈ സെൽഫ്. ലൈക്ക് എൻ്റെ സിസ്റ്ററിനൊക്കെ അതിശയം എന്നെ ഇങ്ങനെ കാണുമ്പോൾ ഇപ്പോൾ ലൈക്ക് നീ ഇങ്ങനെയൊക്കെ ഒരാൾക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കും. സോ ഐ തിങ്ക് ദാറ്റ്സ് സംതിങ്. One thing you feel as your hidden talent. പാട്ട് പാടും. ഞാൻ പറയട്ടെ, നമുക്ക് വേറൊരാളുടെ പറയാം. ദർശനയുടെ ഈ ടാലന്റ് ഹിഡൻ ഒന്നുമല്ല, പക്ഷെ മീഡിയന്റെ മുന്നിൽ കുറച്ച് ഹിഡൻ തോന്നുന്നു. ദർശന അലമ്പാണ്. മെനി പേഴ്സണാലിറ്റീസ് ഒളിപ്പിച്ച് വെക്കലാണ് എൻ്റെ
ഹിഡൻ ടാലന്റ്. അതെ, ഒരു പേര് കൊടുക്കുകയാണെങ്കിൽ കുരുത്തം കേട്ട ഭയങ്കര അലമ്പ. അടുത്ത് നിൽജോളിന്റെ പേര് പറയാം. നിൽജോളിന്റെ ടാലന്റ് ആണ് പാട്ട് എന്ന് പറഞ്ഞാൽ പാട്ട് പാടുകയാണെങ്കിൽ അത് BGMന്റെ കൂടെയാണ് പാടുക. അപ്പൊ വേറൊരു മ്യൂസിഷ്യന്റെ സപ്പോർട്ടൊന്നും ആവശ്യമില്ല. നിൽജ ഉണ്ടെങ്കിൽ എല്ലാം കറക്റ്റ് ആയിട്ട് അതിന്റെ കൂടെ അങ്ങ് പാടിക്കോളും. അത് സീംലെസ് ആണത്. ഭയങ്കര ഒരു സ്കില്ലാണത്. എന്റെ ഹിഡൻ ടാലന്റ് ആക്ച്വലി ഇവിടെയുള്ള മോസ്റ്റ് ആൾക്കാരുടെ ഷെയർഡാണ്. എസ്പെഷ്യലി ശ്രുതിയുടെ പാവം ഏഞ്ചലായിട്ട് നടക്കുന്നതിന്റെ ഉള്ളിൽ ആക്ച്വലി ഇവിടെ ഞങ്ങൾ ഈ നാടകം ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ ഇറ്റ് വാസ് ലൈക്ക് ദ ബേസിക് ഐഡിയ, ബേസിക് ക്രൈറ്റീരിയ ബ്രാറ്റ്സ് എല്ലാവരും ഈ കുട്ടിത്തം ഉണ്ടാവണം, അങ്ങനത്തെ ഒരു ഐഡിയ ആണ്. അതുകൊണ്ട് എന്റെ മാത്രം ഹിഡൻ ടാലന്റ് ആയിട്ട് പാസ്സാക്കാൻ പറ്റില്ല, എല്ലാവരുടെയും ഇതൊക്കെ തന്നെ. അല്ല, അശ്വതിക്ക് വേറൊരു ഹിഡൻ ടാലന്റ് ഉണ്ട്. അശ്വതിയുടെ തലയിൽ നമ്മൾ ആരും വിചാരിക്കാത്ത കുറേ മറ്റേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകൾ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ലൈബ്രറി എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചുമ്മാ ഒരു മൊമെന്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പറ്റിയ സീരിയലിന്റെ പാട്ട് വേണോ, അത് സിനിമയുടെ വേണോ, എന്ത് മ്യൂസിക്കാ വേണ്ടേ, എന്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോറാ വേണ്ടേ, സ്പോട്ടിൽ വരും. ഞാൻ ശാന്തിയുടെ ഒരു ഹിഡൻ ടാലൻറ്റ് പറയും. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ലൈക്ക് എ ടാലൻറ്റ്. പക്ഷേ ശാന്തിക്ക് ഇങ്ങനെ പെട്ടെന്ന് നിമിഷ നേരം കൊണ്ട് അവിടെ ഒരു പൂന്തോട്ടം ഉണ്ടാക്കാൻ പറ്റും. വളരെ മൈനർ ആയിട്ടുള്ള വേർഡ്സ് കൊണ്ട് നമ്മളെയൊക്കെ അങ്ങ് സന്തോഷിപ്പിക്കാൻ പറ്റും. അത് ആ സിറ്റുവേഷൻ നമ്മളിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ആലോചിക്കാണ്ടിരിക്കുന്ന ഒരു സമയമാണെങ്കിൽ പോലും ശാന്തി വളരെ സിമ്പിളായിട്ട് നമ്മളേക്ക് അങ്ങ് സന്തോഷിപ്പിച്ച് നമ്മൾ ഒരു ഗൂസ് ബംസ് വരുത്തി കളയും. അതെ, ചില ദിവസം ചുമ്മാ നോക്കുമ്പോൾ ശാന്തിയുടെ ഒരു മെസ്സേജ് കാണും, വേർഡ്സ് കൊണ്ട് ഇങ്ങനെ അങ്ങ് സ്നേഹം അങ്ങ് വാരി വെതറും. അതാ, ദേവകിയുടെയും പല പല ടാലൻസ് ഉണ്ട്. പക്ഷെ ദേവകി ഭയങ്കര നല്ലൊരു പാട്ടുകാരിയാണെന്ന് ഞങ്ങൾ കുറേ കഴിഞ്ഞിട്ടാണ് ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. ബട്ട് വൺ ഓഫ് ദ മെനി. ഭയങ്കര ഡൗട്ടായിരുന്നു, ഇങ്ങനെയാണോ പാടുക, ഇങ്ങനെ പാടിയ ശരിയാണോ എന്നൊക്കെ. എന്നിട്ടങ്ങ് പാടാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞങ്ങൾ കച്ചേരി നടത്തുന്നു ദേവകി. അത് മാത്രല്ല, ദേവകീനെ ഇപ്പൊ ഇന്ന് ഇങ്ങനെ കാണുമ്പം നിങ്ങക്ക് ഹിഡൻ ആയിട്ടുള്ള വേറൊരാളുണ്ട്. അതിങ്ങനെ ഓടിച്ചാടി ഇങ്ങനെ വന്നിട്ട് എന്ത് ഗെയിം കളിക്കാന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്യാം ഞാൻ ബാറ്റിംഗ്. ആക്ച്വലി ഇത് ഒരു ടാലൻറ്റ് പോലെ പറയുകയാണെങ്കിൽ ഈ മൊത്തം ഞങ്ങളുടെ എൻറ്റയർ ഗ്രൂപ്പിൻ്റെ ടാലൻ്റ് ആണോ അതോ ഞങ്ങളുടെ ഇടയിലുള്ള ഒരു സൗഹൃദത്തിൻ്റെ ഒരു കെമിസ്ട്രി ആണോ അറിയില്ല. ഇത്ര ഫ്രീ ആയിട്ട് കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഉള്ളു തുറന്ന് പെരുമാറാൻ സാധിക്കുന്നത്, പ്രത്യേകിച്ച് ഒരു ഗ്രൂപ്പിൻ്റെ ഇടയിൽ പെരുമാറാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അത് എന്നെ സംബന്ധിച്ചിടത്തോളം അൺബിലീവബിൾ ആണ്. Only one of this for the rest of your life, which would you choose, theatre or cinema? അങ്ങനെ ചോദിക്കാൻ പറ്റും. ഞങ്ങളുടെ പണി പോവും. We are all selfish actors, we want to do it all. അല്ല, അതിന് ഉത്തരം ഇല്ല, ആവശ്യമില്ല ചോദ്യത്തിന്റെ. ഓക്കെ, ഡു യു ഹാഡ് ഹാർട്ട് ബ്രേക്സ്? പിന്നെ വാട്ട് ഓൾ തിങ്സ് യു ഡിഡ് ടു മൂവ് ഓൺ ഫ്രം ഇറ്റ്? ഇഷ്ടം പോലെ. ഓക്കെ, we've all had heartbreaks. അതെ, നമ്മൾ വിഷമിക്കും, ഇതുപോലെ ഗേൾ ഫ്രണ്ട്സിന്റെ അടുത്ത് പറയും. അതെ, and then we process it and we move on. എനിക്ക് തോന്നുന്നു ഞാൻ സംസാരിക്കും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള വ്യക്തിയുടെ അടുത്ത് അതിനെക്കുറിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാരണം, നമുക്കുള്ള വിഷമത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം. അഡ്രസ്സ് ചെയ്യാതെ ഇങ്ങനെ അത് കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ തള്ളി പോയിട്ടുണ്ടെങ്കിൽ ഒരു പോയിന്റിലെത്തുമ്പം ഐ തിങ്ക് അതിങ്ങനെ പൊട്ടും. അപ്പം അതിലും ഏറ്റവും നല്ലത് നമ്മളത് അഡ്രസ്സ് ചെയ്യുക, സംസാരിക്കുക. What's the one thing you would change about yourself? Yeah, I fully embrace, accept everything. ഇത്രയും പോസിറ്റീവ് ആൾക്കാരെ കിട്ടുന്നില്ല. Can share a memorable moment during the rehearsals of the play. എല്ലാ ദിവസവും കുറച്ച് അധികം ഉണ്ട്. ഇപ്പോൾ റിഹേഴ്സൽസ് കുറേ കാലമായിട്ട് കൊച്ചിയിൽ 2-2.5 മാസമായിട്ട് കൊച്ചിയിൽ തന്നെയാണ്. ഞങ്ങൾക്ക് ഒരു ബ്രേക്ക് എടുത്തിട്ട് ഞങ്ങളുടെ കൂടെ ഉള്ള സഞ്ജയ് എന്ന് പറഞ്ഞ ആക്ടറിൻ്റെ നാട്ടിലേക്ക് പോയി എല്ലാവരും കൂടെ. ഈ പ്ലേയിൽ ബേസിക്കലി കുട്ടികൾ ആണ്, അവരുടെ കഥയാണ്, അവർ എക്സ്പ്ലോർ ചെയ്യുന്നതാണ് ഈ ഒരു വലിയൊരു സംഭവം. അപ്പോൾ അത് ഞങ്ങൾ അവിടെ പോയിട്ട് ഈ കുട്ടികളും ബാക്കിയുള്ള ക്യാരക്ടേഴ്സും ഒക്കെ ഞങ്ങളെല്ലാവരും ക്യാരക്ടേഴ്സായിട്ട് ഹൈഡ് ആൻഡ് സീക്ക് കളിച്ചു. ഈ പറമ്പിക്കൂടെയും സാറ്റ്. അപ്പോൾ അത് ഭയങ്കര എനിക്ക് ഇഷ്ടമായി. അത് ഓരോ കോർണേഴ്സിലും നമ്മൾ ഇപ്പോൾ വേറൊരു ക്യാരക്ടറിനെ മീറ്റ് ചെയ്താൽ വേറെ ആരും കാണുന്നൊന്നുമില്ല, പക്ഷെ നമ്മൾ ആ ക്യാരക്ടറും ഈ ക്യാരക്ടറും
ഇൻറ്ററാക്ട് ചെയ്ത് ഞങ്ങൾ എന്തൊക്കെയൊക്കെ കുറേ കാര്യങ്ങൾ കണ്ടുപിടിച്ചു. പിന്നെ പ്ലേയിലുള്ള ഇൻഫർമേഷൻ അല്ലാതെ നമ്മൾ കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്യാൻ പറ്റി ഞങ്ങൾക്ക് ഈ ക്യാരക്ടേഴ്സ്. അപ്പോൾ എനിക്ക് ഫോർ മീ ദിസ് വാസ് വൺ ഓഫ് മൈ മോസ്റ്റ് ഫേവറേറ്റ് മെമ്മറീസ് ഫ്രം ദിസ് പ്ലേ. എനിക്ക് ഞാൻ റൈറ്ററായിട്ടാണല്ലോ, അപ്പോൾ ഞാൻ ഫുൾ പ്രാക്ടീസിനൊന്നും അങ്ങനെ പോയിട്ടില്ല. ഇടയ്ക്കൊന്ന് പോവും. അപ്പോൾ ആ ഇടയ്ക്ക് പോകുന്ന ടൈമിൽ ഒരു അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഫ്രാൻസും ഞാനും റോഷനുമാണ് ഇത് എഴുതുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ ഫ്രാൻസും ഞാനും ഒരു ദിവസം സംസാരിച്ചൊരു കാര്യമാണ്. അപ്പോൾ ഇവരുടെ ഒരു റിഹേഴ്സൽ കണ്ടു കഴിഞ്ഞിട്ട് ഇവരുടെ ഒരു സീൻ കണ്ടിട്ട് എനിക്ക് ചിരി നിർത്താൻ പറ്റിയില്ല. ഓക്കെ, ഇല്ല, ദാറ്റ് സീൻ ഇസ് ദ. അപ്പോൾ ചിരി നിർത്താൻ പറ്റിയില്ല. അത് പിന്നീട് വീട്ടിൽ പോയിട്ട് അത് തന്നെയായിരുന്നു സംസാരവും കാര്യങ്ങളും. പക്ഷേ അത് വെരി ബ്യൂട്ടിഫുൾ തിങ് ഇസ് ഇവർ കുട്ടികളായിട്ടല്ലേ ഈ പ്ലേയിൽ. അപ്പോൾ ഇവരുടെ ചില മാനറിസംസും കാര്യങ്ങളും നമ്മളെല്ലാവരും ചെയ്തിട്ടുണ്ട് ആസ് ചിൽഡ്രൻ. പക്ഷേ എവിടെയോ നമ്മൾ മറന്നുപോയ ചില കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അത് ഇവർ ചെയ്യുന്ന കാണുമ്പോൾ ഇറ്റ് വാസ് സോ മച്ച് ഫൺ. ഇത് ഞാൻ വെറുതെ പ്ലേനെ പ്രൊമോട്ട് ചെയ്യല്ല, ഇവർ ആക്ടേഴ്സിനെ ഇവിടെ ഇരുത്തിയിട്ട് പറയുന്നുമല്ല. പക്ഷേ മൈനർ ആക്ഷൻസും ലൈക്ക് യു ഫൊഗോട്ടൻ ദറ്റ് യു യൂസ് ടു ഡു ദാറ്റ് ആസ് എ ചൈൽഡ്. അപ്പോൾ ആ ഒരു കുട്ടിത്തമൊക്കെ കാണാനായിട്ട് എനിക്ക് ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. വാട്ട് ഗിവ്സ് യു കോൺഫിഡൻസ്? For me, it's my support system. I feel like എനിക്ക് ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ളൊരു സെറ്റ് ഓഫ് പീപ്പിൾ are there, and അവർ കൂടെ ഉണ്ടെങ്കിൽ ഐ കൻ ഡു എനിത്തിങ്. ദാറ്റ് സോർട്ട് ഓഫ് സെൻസ് ഓഫ് കോൺഫിഡൻസ് ഐ ഗെറ്റ് ഇറ്റ് ഫ്രം ദെയർ. ചെറുപ്പം തൊട്ടിട്ട് എന്ത് സ്റ്റേജിൽ കയറണമെന്നുണ്ടെങ്കിലും അതിന് സപ്പോർട്ടല്ലാതെ ഒരു നോ എനിക്ക് കിട്ടിയിട്ടേ ഇല്ല. അപ്പോൾ മോക്ക് അതിന് പോകണോ അങ്ങനെയാണ്. ആൻഡ് ഇപ്പം എൻ്റെ പാർട്ട്ണറും അങ്ങനെ തന്നെയാണ്. എന്താണോ എൻ്റെ പേരൻസ് ചെയ്തുകൊണ്ടിരുന്നത് അതുപോലെ ഇപ്പം ലൈക്ക് രാവിലെ എനിക്ക് മറ്റേ എല്ലാം പ്രിപ്പയർ ചെയ്താണ് എന്നെ വിടുന്നത്. അപ്പോൾ നന്നായിട്ട് ചെയ്തിട്ട് വാ സ്കൂളിലേക്ക് വിടുന്ന പോലെ. അപ്പോൾ എൻ്റെ ചുറ്റിനുമുള്ള എൻ്റെ ആൾക്കാരുടെ ഒരു സപ്പോർട്ട് എനിക്ക് ഭയങ്കര എനർജിയാണ് ഫ്രം ചെറിയ പ്രായം തൊട്ട് ഇപ്പം അടക്കം. Of course, support system is invaluable. അതല്ലാതെ എൻ്റെ ലൈഫിൽ ഞാൻ പലതവണ എന്താ കരിയർ ഷിഫ്റ്റ് അല്ലെങ്കിൽ എൻ്റെ ഫോക്കസ് പലതവണ ഞാൻ മാറ്റിയിട്ടുണ്ട്. ആൻഡ് ഐ ഫീൽ ലൈക്ക് ദ വൺ തിങ് ദറ്റ് ഐ ഹവ് ലേൺഡ് അബൌട്ട് മൈസെൽഫ് ഇസ് ദറ്റ് ഐ എം വെരി റെസിലിയൻറ്റ്. അപ്പോൾ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുമെങ്കിലും പിന്നെ അത് മാനേജ് ചെയ്ത് മുമ്പോട്ട് പോകാനുള്ള ഒരു സ്കിൽ എനിക്ക് ഉണ്ടെന്ന് എനിക്ക് പതിയെയാണ് മനസ്സിലായത്. സോ ഐ ജസ്റ്റ് ഫീൽ ലൈക്ക് ഐ always land on my feet somehow. I don't know that. Poocha. So I feel like that gives me confidence. ഞാൻ വളരെ അണ്ടർ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു. ആൻഡ് പിന്നീട് ഇച്ചിരി നമുക്ക് ചില വിജയങ്ങളുണ്ടാകുമ്പോൾ നമുക്ക് ആ ഒരു ഏരിയയിൽ ചിലപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും. അപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ അണ്ടർ കോൺഫിഡൻസ് കാരണം ഐ മിസ്ഡ് ഔട്ട് ഓൺ സോ മെനി തിങ്സ് ബിക്കോസ് ഐ തോട്ട് ഐ വാസ് നോട്ട് ഗുഡ് ഇനഫ് ഇൻ എ ലോട്ട് ഓഫ് തിങ്സ്. പിന്നെ എനിക്ക് മനസ്സിലായി നമ്മളിത് ഫേക്ക് ചെയ്താൽ മതി, നമ്മൾ അടിപൊളിയാണെന്ന് നമ്മളെ തന്നെ പറ്റിക്കുക. അങ്ങനെ നമ്മൾ ഫേക്ക് ഇറ്റ് ടിൽ യു മേക്ക് ഇറ്റ്, അങ്ങനെ ചെയ്ത് അത്രേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഉള്ളിലുള്ള ഇൻസെക്യൂരിറ്റീസ് തന്നെ അതുപോലത്തെ തന്നെ എല്ലാ ഇൻസെക്യൂരിറ്റീസും മറ്റുള്ളവർക്കും ഉണ്ട്. അപ്പം നമ്മളെല്ലാവരും ഒരുപോലെയൊക്കെ തന്നെയാണ് എന്ന് വിചാരിക്കുമ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ആവും, എന്നെപ്പോലെ തന്നെ മറ്റുള്ളവരും മണ്ടന്മാരാണ് എന്നുള്ളൊരു ഇത്. ഒരു ദിവസം ഒരു എന്താ പറയുക, ഒരു എഡ്ജിൽ നിൽക്കുന്ന ഒരു സമയത്ത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ ജോലികളെക്കുറിച്ചും എനിക്കുള്ള എൻ്റെ സ്കിൽസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഞാനിങ്ങനെ എനിക്ക് തന്നെ വെറുതെ ആലോചിച്ചെടുക്കാണ്ട് ഒരു പേപ്പറിൽ ഇരുന്നിട്ട് എന്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും ഇങ്ങനെ എഴുതി. അപ്പോൾ ഇങ്ങനെ എഴുതി ഓരോന്നും എങ്ങനെയൊക്കെ എഫക്റ്റീവായിട്ട് എനിക്കും മോൾക്കും മുമ്പോട്ട് പോകാൻ എത്രത്തോളം എനിക്ക് ഗുണകരമാവും ഇങ്ങനെ ആലോചിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് കൃത്യമായ ഉത്തരങ്ങൾ കണ്ടുപിടിച്ച് ഞാൻ അതിന് ശേഷം ലൈഫിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് കുറച്ചും കൂടി സിസ്റ്റമാറ്റിക് ആയിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ആർക്കിടെക്റ്റാണ്. അപ്പോൾ ആർക്കിടെക്ചർ ചെയ്യുന്നവരിക്കും എനിക്ക് കോൺഫിഡൻസിന് വലിയ കുറവൊന്നും ഉണ്ടായിരുന്നില്ല. ബിക്കോസ് ദർശന പറഞ്ഞ പോലെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഐ ഹാവ് എ വെരി സ്ട്രോങ് സപ്പോർട്ട് സിസ്റ്റം. അപ്പോൾ അച്ഛനും അമ്മയും ഒരിക്കലും നമ്മുടെ അടുത്ത് ഇത് ചെയ്യാൻ പറ്റില്ല അത് ചെയ്യാൻ പറ്റില്ല എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ ബിൽഡ് ചെയ്ത് വന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ ആർക്കിടെക്ചറൊക്കെ കഴിഞ്ഞിട്ട് സിനിമയിൽ കയറിയപ്പോൾ ഇറ്റ് വാസ് എ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ടെറിട്ടറി. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ നാവിഗേറ്റ് ചെയ്യുക, എങ്ങനെയാണ് സിനിമ കിട്ടുക, ഇത് ഞാൻ ചെയ്യുന്നത് ശരിയാണോ, അങ്ങനത്തെ കുറേ ഡൗട്ട്സ് കാരണം വന്ന കുറച്ച് ഒരു കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു. എന്നിട്ട് അഗൈൻ ദ സപ്പോർട്ട് സിസ്റ്റം അവരുള്ളതുകൊണ്ട് ഞാൻ കോൺഫിഡൻ്റ് ആയെന്നല്ല, ബട്ട് സപ്പോർട്ട് സിസ്റ്റം made me realize a lot of things. Like അപ്പോൾ എൻ്റെ is a mix of ദർശനയും ശാന്തിയും പറഞ്ഞത് കാരണം നമ്മൾ റെസിലിയൻ്റ് ആണ്, എല്ലാം മുഖ്യമാവും എന്നൊരു തോട്ടിൽ
അങ്ങനെ പോണു. What is your favorite scene in this play and why? Anybody wants to start? So much. Okay, എന്റെ ഫേവറേറ്റ് സീൻ ISRO പറയാവോ? Like give an idea of the scene. Don't talk about the scene so much, but ഓക്കെ, എൻ്റെ ഫേവറേറ്റ് സീൻ എന്ന് പറഞ്ഞാൽ ഈ 3 കുട്ടികൾ മറ്റേ ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, ആ ക്യാരക്ടറിനെ മീറ്റ് ചെയ്യുന്ന സീനാണ്. അപ്പം കുട്ടികൾ എപ്പോഴും അവർ കുറച്ച് ടെറിറ്റോറിയലാണ്, ഞങ്ങളുടെ സ്ഥലം നിൻ്റെ സ്ഥലം, ആ ഒരു സാധനം. അപ്പോൾ ആ ഒരു ഡൈനാമിക് വർക്ക് ചെയ്തെടുക്കാനൊക്കെ ഭയങ്കര രസമായിരുന്നു. അത് സീൻ ക്രിയേറ്റ് ചെയ്ത സമയം തൊട്ട് ഇപ്പോഴും ഞാൻ ആ സീൻ ഓരോ തവണ ചെയ്യുമ്പോഴും ഐ റിയലി എൻജോയ് ഇറ്റ്. യാ, എൻ്റെ ഫേവറേറ്റ് സീൻ ഇതിൽ 4 കുട്ടികളിൽ 2 പെൺകുട്ടികളാണല്ലോ. അപ്പോൾ ഇവരുടെ ഒരു പ്രായം മുതിരുന്ന സമയത്ത് അവർക്കുണ്ടാകുന്ന പ്രകടമായ കുറച്ച് ബിഹേവിയറൽ ചേഞ്ചസ് കാണിക്കുന്നുണ്ട്. ആക്ച്വലി അത് പ്ലാൻ ചെയ്ത സമയം തൊട്ട് ഇപ്പോൾ വരെയും ആ സീൻ ഞാൻ എപ്പോഴൊക്കെ ഇവർ റിഹേഴ്സലിന് പ്ലേ ചെയ്യുന്നുണ്ടോ ഞാനത് മിസ്സാക്കാറില്ല. അത്ര ഇൻട്രസ്റ്റ്, അത്ര രസമാണ്. എനിക്കത് അത്ര ഫേവറേറ്റ് സീനാണ്. എനിക്ക് ക്വിക്കായിട്ടൊരു സീനായിരുന്നു. ബേസിക്കലി ഇത് നമ്മൾ 3 സമ്മേഴ്സായിട്ട് എക്സ്പ്ലോർ ചെയ്യാണ്. അപ്പോൾ 3 സമ്മർ ഹോളിഡേയ്സിന് ഈ കുട്ടികളെല്ലാവരും കൂടെ അമ്മച്ചിയുടെ വീട്ടിൽ മീറ്റ് ചെയ്യുന്നതാണ് ബേസിക്കലി സാധനം. അപ്പോൾ എനിക്ക് ഈ ഫസ്റ്റ് ഇയർ തീർന്നിട്ട് ഇവർ പോവുകയാണ്. അപ്പോൾ അതൊക്കെ ക്വിക്ക് ഫില്ലേഴ്സ് പോലെയാണ് ഇപ്പോൾ ഉള്ളത്. അത് നമ്മൾ കുറച്ച് സ്ട്രഗിൾ ചെയ്തു. പക്ഷെ വെരി റീസെൻ്റ്ലി നമ്മൾ അതിൻ്റെ ഒരു ആ ഏരിയ കുറച്ച് വർക്ക് ചെയ്തപ്പോൾ ഇറ്റ് റിയലി ഇവർ പോകുന്നതും, ഇതിപ്പോൾ ഞാൻ സൗദിയിലായിരുന്നു, തിരിച്ച് നാട്ടിലേക്ക് എപ്പോഴും വരുന്നത്, ഇത് പോകുമ്പോൾ ഈ കസിൻസൊക്കെ ആയിട്ട് യു സേ ബൈ, യു ലീവ്, ആ ഫീലിംഗ് എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്തു. സോ ഐ തിങ്ക് ദാറ്റ് വിൽ ബി മൈ ഫേവറേറ്റ്. ഇപ്പം നമ്മുടെ സീൻ തന്നെയാണ് പറയുന്നതെങ്കിൽ എനിക്കിതിനകത്ത് ഈ ഒറോദ എന്ന് പറയുന്ന അമ്മച്ചി ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പം അവരുടെ ഹിസ്റ്ററിയിലേക്ക് കണക്ട് ചെയ്യുന്ന കുറച്ച് മൊമെൻറ്റ്സ് ഉണ്ട്. കുറച്ച് ഇമോഷണലാണ്, പക്ഷേ ഭയങ്കര രസം. അത് ഇത്രയും നാളും ചെയ്ത പോലെയല്ല. കഴിഞ്ഞ ദിവസം റോഷൻ കുറച്ചുകൂടി ആ ക്യാരക്ടറിൻ്റെ ആ മൊമെൻറ്റ്സിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചു. അത് സംസാരിച്ച് കഴിഞ്ഞിട്ടതിന് ശേഷം അത് ചെയ്തപ്പം എനിക്ക് കിട്ടിയ ഒരു ഭയങ്കര ഒരു ഹൈ കിട്ടിയ പോലെയായിരുന്നു എനിക്ക്. ആൻഡ് എനിക്ക് ആ സീൻ ഭയങ്കര ഇഷ്ടമാണ്. അത് കൂടാണ്ട് ഞാൻ ചെയ്യാത്തൊരു ക്യാരക്ടർ, ഞാനല്ലാതെ സൽമാനാണ് ചെയ്യുന്നത്. ആ ക്യാരക്ടർ ഫിലിപ്പോസ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ട് ഇതിനകത്ത്. ആ ക്യാരക്ടർ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയത് എനിക്കാണ്. സോ മച്ച് ഫൺ, ഭയങ്കര രസമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ അമ്മച്ചിയായി പോലെ എനിക്ക് ഫിലിപ്പോസും കൂടെ ചെയ്യണമായിരുന്നു. ഞങ്ങൾ ഓരോ സീനായിട്ട് സെപ്പറേറ്റ് ആയിട്ടായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് ഒരു ദിവസമാണ് എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അത് അങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 3 ആഴ്ചയേ ആയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്തൊരു ദിവസം നമ്മളൊരു പുതിയ സീൻ ആഡ് ചെയ്തു, ഇതുവരെ നമ്മൾ ചെയ്യാത്തത്. അപ്പോൾ ആ സീനിലെന്ന് പറഞ്ഞാൽ എല്ലാ ക്യാരക്ടേഴ്സും സ്റ്റേജിലുണ്ട്. അതും അതിൻ്റെ ലൈറ്റിങ്ങും ഒക്കെ വെരി സീൻ സ്പെസിഫിക് ആയിട്ട് ബാക്കിയുള്ള സീൻസ് നിന്ന് വേറിട്ടിരിക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ അത് ചെയ്തപ്പോൾ എനിക്ക് ശരിക്കും നമ്മളിപ്പോൾ ആക്ച്വലി ഒരു പ്ലേയിലേക്ക് എൻറ്റർ ചെയ്തു എന്നുള്ളൊരു ഫീൽ വന്നു. ദാറ്റ് ഓക്കെ, ദിസ് ഈസ് കമ്മിങ് ടുഗെദർ എന്നുള്ളൊരു. അപ്പോൾ എനിക്ക് ശരിക്കും ഗൂസ് ബംസ് വന്നു. ദാറ്റ് വാസ് ലൈക്ക് അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ദിസ് ഹാസ് പൊട്ടൻഷ്യൽ ഫോർ മാജിക് എന്നുള്ള ഫീലിംഗ് വന്ന സീൻ. അപ്പോൾ അതെൻ്റെ ഫേവറേറ്റ്. എനിക്ക് എഴുതാൻ കുറേ സീൻസ് ഉണ്ടായിരുന്നു. അതിപ്പോൾ റിവീൽ ചെയ്യാൻ പാടില്ല എന്ന് തോന്നുന്നു. പക്ഷേ ഞാൻ നാടകം കണ്ടപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ചിരിച്ചൊരു സീക്വൻസ്. എനിക്ക് റൊമാൻസ് പൊതുവെ കാണാനും സ്ക്രീനിൽ അഭിനയിക്കാനും ഒക്കെ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ ഈ ഒരു പ്രായത്തിലെ കുട്ടികൾ അവരുടെ മനസ്സിൽ തോന്നിയ ചില കാര്യങ്ങൾ അത് സ്റ്റേജിൽ പ്രസൻറ്റ് ചെയ്തപ്പോൾ ഐ തോട്ട് ഇറ്റ് വാസ് ഹിലേറിയസ്. ആക്ച്വലി സൂപ്പറായിരുന്നു. ഞങ്ങൾക്കും കുറേ ആൾക്കാരുടെ വേറെ ഒരു സൈഡും കൂടെ അറിയാൻ പറ്റി. അത് യൂഷ്വലി നമുക്ക് അത്രയൊന്നും അറിയത്തില്ല, പക്ഷേ അതും കൂടെ അറിയാൻ പറ്റിയാൽ ഒത്തിരി സന്തോഷമുണ്ട്. ആൻഡ് നമുക്ക് ഈ ഫെബ്രുവരി 28, ഇനി 10 ദിവസമേ ഉള്ളൂ, ഫെബ്രുവരി 28, മാർച്ച് 1 ആൻഡ് മാർച്ച് 2 ഈ 3 ദിവസം കൊച്ചിൻ ക്ലബ്ബിൽ വെച്ചിട്ട് വൈകിട്ട് 7:30 നമ്മുടെ ഷോ ഉണ്ടായിരിക്കും. ബൈ ബൈ ബൈപ്പാസ്. ആൻഡ് ബൈ ബൈ ബൈപ്പാസ് മലയാളം നാടകമാണ്. അതിൻ്റെ പേരിങ്ങനെ ബൈ ബൈ ബൈപ്പാസ് എന്നൊക്കെ വിചാരിച്ചിട്ട് ആൾക്കാർ ചിലപ്പം മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അത് മലയാളം നാടകമാണ്. ആൻഡ് ഇതിൽ റോഷൻ മാത്യു ആണ് ഇത് ഡയറക്റ്റ് ചെയ്യുന്നത്. ആൻഡ് നമ്മൾ ഒരു 10 ആക്ടേഴ്സ് ഇതിനകത്തുണ്ട്. സോ നാടകത്തെ ഇഷ്ടപ്പെടുന്ന ആളുകൾ, നാടകം പുതിയതായിട്ട് ആദ്യമായിട്ടാണെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങോട്ടേക്ക് വരിക. ടിക്കറ്റ്സ് ബുക്ക് മൈ ഷോയിൽ അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. സോ എല്ലാവരും വരിക, കാണുക. Thank you so much. Love you guys. Bye bye. Waiting to see you on stage. Thank you so much. Yeah, sure. Thank you. Love you all. Bye. Bye.